കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. ഷോക്കേറ്റത് ജോലി ചെയ്തിരുന്ന കോഴി ഫാമിന് ചുറ്റും സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന്. വണിയമ്പാറയിൽ ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പ്രതി റിയാസിനെ പിടികൂടിയത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന്. സ്ഥിരമായി വാഹനമില്ലാതെ വലഞ്ഞ് അന്തിക്കാട് എക്സൈസ് ഉദ്യോഗസ്ഥർ. വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം. പെരിഞ്ഞനത്ത് കടയുടമയായ സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് റെക്കോർഡ് വിവാഹങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം ബോർഡ്. വിശദാംശങ്ങളിലേക്ക്. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. കൂട്ടുപാറക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴിഫാമിലാണ് അപകടമുണ്ടായത്. കോഴിഫാമിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശികളായ 26 വയസ്സുള്ള ഷെഫീഖുൽ, ഭാര്യ 23 വയസ്സുള്ള റുക്സാന എന്നിവരാണ് മരിച്ചത്. ഇരുവരും ഞായറാഴ്ച രാവിലെ 9 മണിയോടെ താമസ സ്ഥലത്ത് നിന്ന് കോഴിഫാമിലേക്ക് വന്നപ്പോഴായിരുന്നു സംഭവം. കോഴിഫാമിന് ചുറ്റും വന്യമൃഗങ്ങളെ തുരത്താനായി സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലിയിൽ നിന്നാണ് ഷോക്കേറ്റത്. ഇറുമ്പകശ്ശേരി സ്വദേശി അഷ്റഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവർക്ക് 2ഉം 3ഉം വയസ്സായ 2 കുട്ടികളുണ്ട്. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KP സന്ധ്യ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. TCV ന്യൂസ്, ചെറുതുരുത്തി. ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. സാഹസികമായാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നും പ്രതിയായ റിയാസിനെ പോലീസ് പിടികൂടിയത്. റിയാസ് എന്ന ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ റിയാസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 26-ന് വാണിയമ്പാറയിൽ വെച്ചാണ് ലഹരിമരുന്ന് പിടികൂടിയത്. ഈ കേസിൽ അറസ്റ്റിലായ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് കേസിലെ മുഖ്യ കണ്ണിയായ റിയാസിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഇയാളെ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മാസവാടക 1.5 ലക്ഷത്തോളം വരുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. 150ഓളം സുരക്ഷാ ജീവനക്കാർ കാവലുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം നിരീക്ഷിച്ചതിനു ശേഷം പ്രതിയെ സാഹസികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പല മാർഗങ്ങളിലായി ലഹരി കടത്തുന്ന സംഘങ്ങളുടെ തലവനാണ് പിടിയിലായ റിയാസ് എന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സിറ്റി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബു, പോലീസ് ഉദ്യോഗസ്ഥരായ V അമീർ അലി, TV ജീവൻ, KB വിപിൻ ദാസ്, S ലാലു, KB നിവ്യ, മിഥുൻ, വൈശാഖ് രാജ്, സ്റ്റിയോ ജോസ്, നിതീഷ്, സംഗീത്, അരുൺ, രാഹുൽ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ലഹരി സംഘങ്ങൾ വരെ ഹൈടെക്കായി മാറിയ ഇക്കാലത്ത് അവരെ പിടികൂടാൻ സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാതെ വലയുകയാണ് അന്തിക്കാട് എക്സൈസ്. പട്രോളിംഗിനായി ആകെ ഉണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം പിന്നിട്ടു. ഉപയോഗശൂന്യമായി തുരുമ്പെടുത്തു കിടക്കുന്ന വാഹനങ്ങൾ തന്നെ അന്തിക്കാട് എക്സൈസ് റേഞ്ചിലെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കും. അന്തിക്കാട് എക്സൈസിന്റെ പെട്രോളിംഗ് സംവിധാനം നിശ്ചലമായിട്ട് 1.5 വർഷത്തോളമായി. ഡ്രൈവർ തസ്തിക ഇല്ലാത്തതിനാൽ മറ്റ് റേഞ്ചുകളിൽ നിന്ന് പുറന്തള്ളുന്ന പഴകിയ വാഹനങ്ങളാണ് മുൻപ് ഇവിടെ എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഡ്രൈവർ തസ്തിക അനുവദിച്ചെങ്കിലും പുതിയ വാഹനം മാത്രം എത്തിയില്ല. ലഹരി വിൽപ്പനയെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചോ വിവരം ലഭിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് റെയ്ഡിനായി ആകെയുള്ള ആശ്രയം സ്വന്തം ഇരുചക്ര വാഹനങ്ങളാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ പോകേണ്ട സാഹചര്യങ്ങളിൽ വാടക വാഹനം വിളിച്ചു വരുത്തണം. വണ്ടി സംഘടിപ്പിച്ച് എക്സൈസ് സംഘം സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും ലഹരി സംഘങ്ങൾ സ്ഥലം വിട്ടിട്ടുണ്ടാകും. കോൾ മേഖലകളും ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ അടക്കം കണ്ണികളാക്കി ലഹരി സംഘങ്ങൾ വിലസുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരാവുകയാണ്. സർക്കാർ വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് MDMA-ക്കെതിരെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എക്സൈസ് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജീപ്പുകൾ ഒക്കെ കട്ടപ്പുറത്താണ്. ഇപ്പോ ജീപ്പില്ല ഇവിടെ. വളരെ ഗൗരവമായിട്ട് ഇടപെടേണ്ട കാര്യമാണിത്. 5 പഞ്ചായത്തുകൾ ചേർന്ന വലിയ പ്രദേശമാണ് ഈ എക്സൈസിന് വേണ്ടിയിട്ട്
ഉള്ളത്. അവിടേക്കൊക്കെ ഓടിയെത്താൻ ബൈക്കുമ്മലാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ട്. പക്ഷെ അതിനാവശ്യമുള്ള വാഹനങ്ങൾ ഇല്ലാത്തൊരു പ്രശ്നം വളരെ ഗൗരവമാണ്. മാത്രമല്ല മാഫിയകൾ, ഈ കഞ്ചാവ്, അതുപോലെ തന്നെ മദ്യമാഫിയകൾ, കഞ്ചാവ് മാഫിയൊക്കെ നല്ലോണം വിലസുന്ന ഗുണ്ടാ സംഘങ്ങളൊക്കെ വിലസുന്ന ഒരു പ്രദേശമാണ്. ചേരിതിരിഞ്ഞുള്ള ഗുണ്ടാക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടത്തും വർദ്ധിക്കുന്ന അന്തിക്കാട് റേഞ്ചിലാണ് ഈ അവഗണന. തൊട്ടടുത്ത ചേർപ്പ്, കോലഴി എന്നീ റേഞ്ചുകളിലും ജീപ്പില്ലാത്ത അവസ്ഥയുണ്ട്. TCV ന്യൂസ്, അന്തിക്കാട്. പെരിഞ്ഞനത്ത് കടയുടമയായ സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. എമ്മാട് കാരേപ്പറമ്പിൽ വീട്ടിൽ സനോജ് കെ ഫസൽ, കഴിവിലങ്ങ് മാടത്തിങ്കൽ വീട്ടിൽ ഫാസിൽ നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 16-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം പലചരക്ക് കട നടത്തുന്ന ജ്യോതിയുടെ 1.25 പൗണ്ട് തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ മോഷ്ടിച്ചത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആർ രതീഷ് കുമാർ, കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ കെ രജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പള്ളിയുടെ 2 കപ്പേളകൾക്ക് മുന്നിലുള്ള 4 ഭണ്ഡാരങ്ങളുടെ താഴ് തകർത്താണ് മോഷണം നടത്തിയത്. ഞായറാഴ്ച പുലർച്ചെ ബൈക്കിലെത്തിയ 2 പേരാണ് മോഷണം നടത്തിയത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. രാവിലെ പള്ളി അധികൃതർ എത്തിയപ്പോഴാണ് ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടെത്തിയത്. വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് 444 വിവാഹങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 2024 സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളുടെ റെക്കോർഡാണ് പുതിയ ചരിത്രത്തിന് വഴിമാറിയത്. പുലർച്ചെ 4:10 തുടങ്ങിയ വിവാഹ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 12:45 സമാപിച്ചത്. 6 മണ്ഡപങ്ങളിലായാണ് കല്യാണങ്ങൾ നടന്നത്. ഉഷപൂജയ്ക്കായി രാവിലെ 5:47 മുതൽ 6:12 വരെയും പന്തീരടി പൂജയ്ക്കും ക്ഷേത്രനട അടച്ച സമയത്തൊഴികെ ബാക്കി നേരമെല്ലാം വിവാഹങ്ങൾ തുടർച്ചയായി നടന്നു. താലികെട്ട് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ അധികമായി മണ്ഡപങ്ങളിലേക്ക് നിയോഗിച്ചിരുന്നു. കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾക്ക് തുടക്കമായത്. മംഗളവാദ്യത്തിന്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദരാജിന് താലി ചാർത്തി. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡും പോലീസും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ദീർഘമായ കാഴ്ചപ്പാടുകൂടി പല കോൺഫറൻസുകളും നടത്തി. പോലീസ് വലിയ സഹായം ചെയ്തു. വഴിയിൽ എവിടെയും ബ്ലോക്കില്ല. ആത്മാർത്ഥമായി പോലീസിന്റെ സഹായം ഉണ്ടായി. ദേവസ്വത്തിന്റെ ജീവനക്കാർ എല്ലാവരും ഇന്ന് ഈ സ്ഥലത്തുണ്ട്. ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര നഗരിയിലും ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട്ട്, ടെമ്പിൾ CI ജയപ്രദീപ്, SI കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലേറെ സിവിൽ പോലീസുകാർ സുരക്ഷയൊരുക്കി. വിവാഹ രജിസ്ട്രേഷന് കിഴക്കേ നടയിൽ നഗരസഭ 2 അധിക കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി S ഹരിഗോപാലനെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് രേഖകൾ ഏറ്റുവാങ്ങി ചുമതലയേൽക്കും. 1 വർഷത്തേക്കാണ് ചുമതല. അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന OB അരുൺകുമാറിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ജില്ലാ കളക്ടറാണ് താൽക്കാലിക ചുമതല വഹിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയാണ് S ഹരിഗോപാൽ. കുന്നംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ റോഡിന് കുറുകെ ചടിയ മ്ലാവിനെ കാറിടിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. വൈശ്ശേരി പുല്ലാർക്കാട്ട് അനൂപിന്റെ കാറിന് നേരെയാണ് മ്ലാവ് ചാടിയത്. സംഭവത്തിൽ വനപാലകർ കേസെടുത്തു. അഴീക്കോട് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള മത്സ്യബന്ധന ബോട്ടാണ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പുതിയതായി നിർമ്മിച്ച മത്സ്യബന്ധന ബോട്ട് നീറ്റിലിറക്കിയതിനെ തുടർന്നാണ് കടലിൽ യാത്ര നടത്തിയത്. ആവശ്യമായ രേഖകളില്ലാതെ കടലിലിറക്കിയ ബോട്ടിൽ 50ഓളം ആളുകളുണ്ടായിരുന്നു. കടലിൽ അനധികൃത യാത്ര നടത്തുന്ന ജലയാനങ്ങൾക്ക് വൻ തുകയാണ് പിഴ ചുമത്താറുള്ളത്. എന്നാൽ ഉടമയിൽ നിന്നും മാപ്പെഴുതി വാങ്ങിയതിനു ശേഷം ബോട്ട് വിട്ടയക്കുകയായിരുന്നു. VS അജിത്തിന്റെ അടികൊണ്ട സഖാവ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. കഥാകാരി സാറ ജോസഫ് പ്രകാശനം നിർവഹിച്ചു. പത്രപ്രവർത്തകൻ ജയൻ ശിവപുരം പുസ്തകം ഏറ്റുവാങ്ങി. സൂരജ് രാജേഷ് ചേലാട്ട് പുസ്തകം പരിചയപ്പെടുത്തി. M പ്രശാന്ത്, അരുൺ ഗാന്ധിഗ്രാം, ദൃശ്യ ഷൈൻ, സ്മിത ശൈലേഷ്, ശ്രീകുമാർ AV തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി INTUC യൂണിയൻ ഓഫീസിലെ കെ കരുണാകരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് TK ദേവസി നിർവഹിച്ചു. DCC സെക്രട്ടറി PS സുനീഷ് അധ്യക്ഷനായി. അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് നിർവഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, സെക്രട്ടറി MC ഐജു, ജോയിന്റ് സെക്രട്ടറി MM സിറാജ്, ET ഫിലിപ്പ്, OK വിനോദ്, MS ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഓമിക, the signature of gold. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi. Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലമെന്റ്സ് നേച്ചുറൽ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച്. 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. PKS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് വിദ്യാർത്ഥികളെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ചിന്ത ജെറോം സന്ദർശിച്ചു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാരിന്റെ വിശിഷ്ട സേവനത്തിന് അംഗീകാരം നേടിയ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജുവിനെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് KP ബിന്ദു, ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PA പുരുഷോത്തമൻ, PA ലിജുക്കുട്ടൻ, PV മണി, സുജാത സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.
സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അശ്വതി ജിതിന്റെ ശിക്ഷണത്തിൽ പഞ്ചാരിമേളം അഭ്യസിച്ച 85 കലാകാരന്മാർ അരങ്ങേറ്റം കുറിച്ചു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീഷ്മ അഭിലാഷ്, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് PJ ദേവസി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രസ് ഫോറം വടക്കാഞ്ചേരിയും കേരള മീഡിയ ജേർണലിസ്റ്റ് അസോസിയേഷനും സംയുക്തമായി അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ജേർണലിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് വറീദ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ കൃഷ്ണനുണ്ണി, ഋഷി പൽപു, ഗോപി ചക്കുന്നത്ത്, രാജേഷ്, ഐശ്വര്യ സുരേഷ്, സാലി തോമസ്, ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ TS മായാദാസിനെ ചടങ്ങിൽ ആദരിച്ചു. 100ാം പിറന്നാൾ ദിനത്തിൽ അങ്കണവാടിക്ക് സ്ഥലം വാങ്ങാൻ 3 ലക്ഷം രൂപ നൽകി മാള സ്വദേശി സുരേന്ദ്രൻ. മാള പഞ്ചായത്തിലെ 13ാം വാർഡിലെ അങ്കണവാടിക്ക് സ്ഥലം വാങ്ങുന്നതിനായാണ് പെൻഷൻ തുകയിൽ നിന്ന് മാറ്റിവെച്ച പണം നൽകിയത്. 100ാം പിറന്നാൾ ദിനമായ ഞായറാഴ്ച സുരേന്ദ്രന് ആശംസ നേരാനെത്തിയ മന്ത്രി OJ ജനീഷിന് 3 ലക്ഷം രൂപയുടെ ചെക്ക് സുരേന്ദ്രൻ കൈമാറി. മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണനെ മന്ത്രി ചെക്ക് ഏൽപ്പിച്ചു. കാലം തെറ്റിയ പൂക്കാലത്തിൽ പൊരിഞ്ഞ പൂക്കളെ സുഗന്ധമുള്ളതാക്കി എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മ. ഉണങ്ങിയ ചെണ്ടുമല്ലി പൂക്കൾ ഉപയോഗിച്ച് ഇവർ നിർമ്മിച്ച ചന്ദനത്തിരികൾ വിപണിയിൽ ഹിറ്റാണ്. കഴിഞ്ഞ വർഷം ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചെണ്ടുമല്ലി ചെടികൾ 1.5 മാസം മുൻപ് പൂവണിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാതായെങ്കിലും എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മയിലെ അംഗങ്ങൾ നിരാശരായില്ല. എരവത്തൂർ സ്വദേശി മാട്ടാലുക്കൽ വീട്ടിൽ അബിതയും സുഹൃത്തുക്കളായ വിദ്യ മനോജ്, ബേബി പ്രേമൻ, മിനി സുബ്രഹ്മണ്യൻ എന്നിവരും ചേർന്ന് ചെണ്ടുമല്ലിപ്പൂക്കളെ ഉണക്കി സൂക്ഷിച്ചു. പിന്നീട് അബിത കാർഷിക സർവകലാശാലയിൽ പരിശീലനം നേടി ചന്ദനത്തിരി നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ ഉണക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളെ പ്രയോജനപ്പെടുത്തി. ഈ ഓണത്തിന് ഇവർ ചെണ്ടുമല്ലി കൃഷി ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഉണക്കിയ പൂക്കൾ ഉപയോഗിച്ച് ചന്ദനത്തിരി വിപണിയിലിറക്കി. 10 സെന്റ് സ്ഥലത്ത് നിന്ന് വിളവെടുത്ത 75 കിലോയോളം പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് മുഴുവനായിട്ട് വിറ്റുപോയില്ല. കാരണം ഞങ്ങളുടെ പൂ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. മിച്ചം വന്നപ്പോ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയുണ്ടായി. മണ്ണുത്തിയിലെ കുടുംബശ്രീയുടെ അതില് ഒരു ട്രെയിനിങ് വന്നിരുന്നു. പൂവ് സംസ്കരിച്ചിട്ട് അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അത് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കി സെയില് പോകുന്നുണ്ട്. IFCയുടെ കീഴില് ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് സെയിൽ ചെയ്തു. IFCയുടെ ഉദ്ഘാടനത്തിന് പിന്നെ ചന്തയിൽ വെക്കാറുണ്ട്. ഇനിയിപ്പോ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചന്ദനത്തിരിയിൽ മരപ്പൊടിക്ക് പകരമായി ഉണക്കിപ്പൊടിച്ച ചെണ്ടുമല്ലി പൂക്കളാണ് ഉപയോഗിക്കുന്നത്. പൂവ് കൂടാതെ കൊത്തുമരപ്പൊടി, സുഗന്ധ എണ്ണ, കരിപ്പൊടി എന്നിവയാണ് ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമുള്ളത്. സൗഗന്ധിക എന്ന പേരിലുള്ള ചന്ദനത്തിരി നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായി കൈക്കൊണ്ടാണെങ്കിലും വൈകാതെ യന്ത്രവൽക്കരണത്തിലേക്ക് കടക്കാനാണ് ശ്രമം. TCV ന്യൂസ്, മാള. ഭാരതീയ ഖേത് മസ്ദൂർ യൂണിയന്റെ നേതൃത്വത്തിൽ മണലൂർ മണ്ഡലത്തിലെ കാരമുക്കിൽ കർഷക തൊഴിലാളികളെ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VV വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ MP CN ജയദേവൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, BR മനോജ്, PS ജയൻ, TC മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സഖാക്കളുണ്ട്. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് പള്ളിയിൽ വിശുദ്ധ യൂദാസ്ലീഹയുടെ ഊട്ടുതിരുനാളിനോട് പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. വികാരി ഫാദർ ഷൈജു കുള്ളിയത്ത് വെഞ്ചരിപ്പ് നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളും ഇടവക അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 1-ാം തീയതിയാണ് ഊട്ടുതിരുനാൾ. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചാവക്കാട് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ PF ശ്രീജ അധ്യക്ഷത വഹിച്ചു. GK ഗിരീഷ്, TU ജെയ്സൺ, അനിത C മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.
അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണാഘോഷം ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പി രാമചന്ദ്രൻ, ഡയറക്ടർമാരായ ജോൺസൺ മല്ലിയത്ത്, ജേസൺ മാത്യു, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, വർഗീസ് വാഗയിൽ, ജെസി സാജൻ, IA സബീല, രാധിക പുഷ്പാങ്കദൻ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ബേലൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണ വിപണന മേള ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ അരുന്ധതി സുരേഷ് അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ കർമ്മല ജോൺസൺ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ഷൈനി ജിബിൻ, ജമീല രാജീവ്, മെമ്പർമാരായ KK അബൂബക്കർ, കിഷോർ ബാബു, ഷൈനി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് ഉല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിനീഷ് പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പൂലിവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ മിനി വിനോദ്, റോയി K ദേവസി, ജില്ലാ സെക്രട്ടറിമാരായ എബ്രഹാം കുഴിവേലിൽ, PN വാസു, EJ ജോയ്സ്, സുധീർ മാടക്കെത്തറ, ഷിജോ P ചാക്കോ, KP എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചിറ്റിശ്ശേരി ഫ്രണ്ട്സ് മെമ്പേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ രോഗികൾക്കും നിർധനരായവർക്കും സഹായങ്ങൾ വിതരണം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് ലൈജു ജോസഫ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ MB ഉദയൻ, നിഷ വേണു, BS സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ഹൈസ്കൂൾ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ മാസം 28-ന് നടക്കും. പൂർവ്വകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. ഫിനാൻസ് കമ്മിറ്റി കൺവീനർ VK മുഹമ്മദ്, സ്വാഗത സംഘം ട്രഷറർ NR രജീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിലൂർ പഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കളായ 78 കുടുംബങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷൈനി ജിബിൻ, ജമീല രാജീവ്, കുടുംബശ്രീ ചെയർപേഴ്സൺ അരുന്ധതി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ അബൂബക്കർ, ഷൈനി ഫ്രാൻസിസ്, ഷീന സാബു, കിഷോർ ബാബു, പ്രിയ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളങ്ങല്ലൂർ എടക്കുളം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടന്നു. മുകുന്ദപുരം താലൂക്ക് NSS യൂണിയൻ അംഗം N ഗോവിന്ദൻകുട്ടി സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കരയോഗം പ്രസിഡന്റ് വിജയൻ ചിറ്റേത് അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ S കൃഷ്ണകുമാർ, ശശി മേനോൻ, ഉണ്ണികൃഷ്ണൻ തലാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു.
വിപുലമായ പരിപാടികളോടെ തൃപ്രയാറിൽ സംഘടിപ്പിച്ച TPR ഗ്രൂപ്പിന്റെ ഓണാഘോഷം വർണ്ണാഭമായി. ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ പൊലിമ കൂട്ടി. ഓണാഘോഷം ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. TPR ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് പാർട്ട്നേഴ്സായ ജിബി ഷൈൻ, CS ഉണ്ണികൃഷ്ണൻ, KV പവി, PD ശിവകുമാർ, TPR ഹെൽത്ത് ക്ലബ് ട്രെയിനർ വിമൽ ആന്തുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷത്തിന് മാധുര്യമേകി. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള TPR ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി ആകർഷകങ്ങളായ ഓഫറുകളാണ് ഈ ഓണക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത്. 916 HUID മുദ്രയുള്ള കേരള മോഡൽ സ്വർണ്ണാഭരണങ്ങൾ 1.99% പണിക്കൂലിയിലും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 10 മുതൽ 50% വരെ പണിക്കൂലിയിൽ ഇളവോടെയും, ആന്റിക് നഗാസാഭരണങ്ങൾ ഹോൾസെയിൽ പണിക്കൂലിയിലും, വിവാഹാഭരണങ്ങൾ 1% മുതൽ പണിക്കൂലിയിലും ലഭ്യമാക്കുന്നു. സെപ്റ്റംബർ 5 വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഓഫറുകളിലൂടെ ഇപ്പോൾ തന്നെ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാം. ഇനി വാണിജ്യം. വെൽ എക്സ്പോ സൗത്ത് ഇന്ത്യ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തൃശൂരിൽ തുടക്കമായി. വൈവിധ്യമാർന്ന കാഴ്ചകളാണ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ ഒരുക്കി ദ ഷോസ് ബൈ വൈൽഡ് ഐസിന്റെ എക്സിബിഷൻ ബ്രാൻഡായ വെൽ എക്സ്പോയ്ക്ക് തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിലെ ജോസാലൂക്കാസ് എക്സിബിഷൻ ഗ്രൗണ്ടിൽ തുടക്കമായി. ഓണം ഉത്സവ സീസണോടനുബന്ധിച്ചാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. 70-ലധികം പ്രീമിയം സ്റ്റാളുകളും വിവിധ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് ഫെസ്റ്റിവൽ പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എക്സ്പോയുടെ ഭാഗമായി പ്രീമിയം ബ്രാൻഡ്സ് ഫാഷൻ ഷോ, ഫുഡ് സ്റ്റാൾ, കിതാബ് കളക്റ്റീവും സച്ചിൻ വാര്യറും ഒരുമിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വിസ്മയിപ്പിക്കുന്ന വർണ്ണക്കാഴ്ചകളുമായി 15,000 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബാലി അക്വാ ടൂറിസം ഷോയും ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ്. കേരളത്തിലെ ആദ്യത്തെ ഓൾ ഇൻ വൺ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പും മികച്ച മെന്റേഴ്സിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ക്രിയേറ്റീവ് ക്ലാസുകളും ഇവന്റിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. കൂടാതെ റീൽസ് ചലഞ്ചിൽ വിജയികളാകുന്നവർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുന്നു. 100 രൂപയാണ് പ്രവേശന ഫീസ്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മിസ എന്ന നാടകം തിങ്കളാഴ്ച രാത്രി 7-ന് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വേദിയിൽ അരങ്ങേറും. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. ഷോക്കേറ്റത് ജോലി ചെയ്തിരുന്ന കോഴി ഫാമിന് ചുറ്റും സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന്. വണിയമ്പാറയിൽ ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പ്രതി റിയാസിനെ പിടികൂടിയത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന്. സ്വന്തമായി വാഹനമില്ലാതെ വലഞ്ഞ അന്തിക്കാട് എക്സൈസ് ഉദ്യോഗസ്ഥർ. വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം. തിരിഞ്ഞനത്ത് കടയുടമയായ സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ 2 പേർ അറസ്റ്റിൽ. വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം.
ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് റെക്കോർഡ് വിവാഹങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം ബോർഡ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.